ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സേതുസ് താരോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങളെല്ലാം അറിയിക്കുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എന്താണ് നമുക്കിന്ന് ഗൈഡൻസ് യൂണിവേഴ്സ് തരുന്നത്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യേണ്ടാത്തത്, ആ കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കാം. അപ്പോൾ ഈ റീഡിങ് റെസിനേറ്റ് ആകുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ടാരോയുടെ ഇൻറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ടാരോ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് സോഡാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് ചതി പറ്റാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ചതിയിൽ കൂടി ഒരു വിജയമാണെന്ന് കാണുന്നത്. നിങ്ങളെ ചതിച്ചതിന് ശേഷം മറ്റുള്ളവർ വിജയം നേടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ജോലിസ്ഥലത്തായാലും വീട്ടിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇടം എവിടെയാണോ, നിങ്ങൾക്കൊരു സ്പേസ് ഉള്ളത് എവിടെയാണോ അവിടെയെല്ലാം നിങ്ങൾക്ക് ചതി പറ്റാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ കൂട്ടുകാർക്കിടയിലായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, വീട്ടിലായിരിക്കാം. അങ്ങനെ ഏത് സ്ഥലമാണോ അവിടെയൊക്കെയും നിങ്ങൾക്കൊരു ചതി പറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. മത്സര പരീക്ഷകളിലായാലും ഒക്കെയും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, നിങ്ങളുടേതായിട്ടുള്ള പാഠങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ജോലിസ്ഥലത്തായാലും മറ്റുള്ളവരെ നമ്മൾ അധികം വിശ്വസിക്കാനായിട്ട് പാടില്ല. നമ്മളുടെ ഉള്ളിൽ തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരെ വിശ്വസിച്ചിട്ട് നമ്മൾ ചതിയിൽ ചാടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാനായിട്ട് പൈസ കൊടുത്തിട്ടുള്ളവരും, വിസയ്ക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടുള്ളവരും, വാഹനങ്ങൾ വാങ്ങിക്കാനായിട്ട് പൈസ കൊടുത്തിട്ടുള്ളവരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചതി പറ്റാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, ശ്രദ്ധിച്ച് മാത്രം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുക എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ ചതിയിൽ കൂടി അല്ലെങ്കിൽ വഞ്ചനയിൽ കൂടിയൊക്കെ നമ്മൾ നേടുന്ന ഒരു വിജയം എന്ന് പറയുന്നത് ശാശ്വതമല്ല. അത് ഒരു അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ശാശ്വതമായിട്ടുള്ള വിജയം അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളാൽ മാത്രം, അല്ലെങ്കിൽ നമ്മളുടെ കൈകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് നേടുന്ന ഒന്ന് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുകൂടിയാണ് നമുക്കിന്ന് പറഞ്ഞു തരുന്നത്. അടുത്ത് നമുക്ക് കിട്ടിയേക്കുന്ന കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് സോഡാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്തൊക്കെയോ ആരെയൊക്കെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഒരു പക്ഷേ റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ണറുടെ ഒരു മെസ്സേജ് വരാതായിട്ട് നിങ്ങൾ ആരെയൊക്കെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം, ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ജോലിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് തന്നെ വിദേശയാത്രയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാക്കാൽ പറഞ്ഞു വെച്ചതോ പൈസ കൊടുത്ത് നമ്മൾ കാത്തിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പം പലരും വെയിറ്റ് ചെയ്തെന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ ലവേഴ്സിൻ്റെ ഇടയിലായാൽ രണ്ടുപേർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയി മുന്നോട്ട് പോകുന്നവരുടെ ഇടയിലുണ്ടായ ബ്ലോക്കേജ് മാറി, അല്ലെങ്കിൽ അവരുടെ തടസ്സം മാറി അവർ തമ്മിൽ കണ്ടുമുട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജി ആയിരിക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങളിന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു പക്ഷേ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു വകുപ്പ് ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഈ വരുന്നതൊക്കെയും, അതായത് നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു വെയിറ്റിംഗ് എനർജി വരും. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു എനർജി, അതായത് പൈസയായിട്ടായാലും സ്നേഹമായിട്ടായാലും
ജോലിയായിട്ടായാലും എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് അത് വരും എന്നുള്ളതാണ്. അപ്പോൾ ആ വരുന്നത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ആവേശത്തിൻ്റെ പുറത്തായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്ത് കാര്യമായാലും, അത് സമ്പത്തായാലും സ്നേഹമായാലും ജോലിയായാലും എന്തായാലും ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ച് മാത്രമേ അതിനകത്ത് ഇടപെടാവൂ എന്നുള്ളത് കൂടിയാണ് നമുക്കൊന്ന് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് നമുക്ക് കിട്ടിയത് എന്ന് പറയുന്നത് സ്റ്റാർ കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാർഡാണ് എങ്കിൽ പോലും നമ്മൾ ഒരുപോലെയുള്ള, അതായത് ഒന്നിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഉള്ളിലുണ്ടാകും. നമുക്കൊരു കാര്യം മാത്രമല്ല, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള താല്പര്യം അല്ലെങ്കിൽ അത് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകും. അപ്പോൾ വീട്ടിലൊക്കെ അതുപോലുള്ള കാര്യങ്ങൾ, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനും അതിനകത്ത് നിങ്ങൾക്കൊരു വിജയം നേടാനും സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് 2 ഭാഗവും തുല്യമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്നേഹമായാലും അർഹതയുള്ളവർക്ക് അല്ലെങ്കിൽ കൊടുക്കേണ്ടവർക്ക് നമ്മൾ ന്യായമായ രീതിയിൽ അത് കൊടുക്കുന്നുണ്ട്. പൈസ ആയാലും അത് ഒരേ രീതിയിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജോലിസ്ഥലത്തായാലും നിങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർത്ത് ഒരേ രീതിക്ക്, അതായത് ഒരു നോർമലി കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കന്ന് സ്റ്റാർ കാർഡ് കൂടി കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് സോഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടിയും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സ്റ്റക്ക് ഉണ്ടാകാനുള്ള കാരണം, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ തിരിഞ്ഞു നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തോ ഒരു പേടിയിലാണ് നിൽക്കുന്നത്. അതായത് പേടിയിൽ നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലത്തോ അല്ലെങ്കിൽ മുൻപുണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒരു സംഭവം നിങ്ങളെ പേടിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് സാധിക്കുന്നില്ല. അല്ലാതെ തിരിഞ്ഞു നോക്കി നിൽക്കുകയാണ്, മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതായത് നല്ല ഒരു അവസരം വന്നു കഴിഞ്ഞാൽ പോകാം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുൻപുണ്ടായ പല പ്രശ്നങ്ങളും നമ്മളെ വളരെയധികം പിന്തിരിപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ട്രോമ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിച്ച പല വിഷമഘട്ടങ്ങളിൽ കൂടിയായിരിക്കാം നമ്മളിവിടെ വരെ എത്തിയത്. അപ്പോൾ ആ സാഹചര്യങ്ങളെയെല്ലാം നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിന്ന് കാണിച്ചു തരുന്നത്. നിങ്ങളിപ്പോഴും പേടിച്ചരണ്ട് നിൽക്കുകയാണ്. അതായത് ഒരു കാറ്റ് നമുക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ദിശയിലേക്ക് കാറ്റ് വരികയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോകാം എന്നുള്ളൊരു മനോഭാവമാണ്. അതായത് നമ്മളെ ഒരാൾ പുഷ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ തള്ളി വിടുകയാണെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി നിങ്ങൾ തിരിഞ്ഞു നിൽക്കുകയാണ്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ് നിങ്ങൾ ഇപ്പോൾ വീണ്ടും നിൽക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നമ്മൾക്ക് മുന്നോട്ടാണ് ജീവിക്കാനുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞതിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തോടുകൂടി നമ്മുടെ യാത്ര പോകേണ്ടത്, നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. പക്ഷേ എന്ത് ചെയ്യുന്നു, പലരും ഇപ്പോഴും തന്നെ തിരിഞ്ഞു നിൽക്കുകയാണ്. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. സാധിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങളാണ്. പക്ഷേ ആ പ്രശ്നങ്ങളിൽപ്പെട്ട് ഇപ്പോഴും ഉഴലുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കുക, മൈൻഡ് ക്ലെൻസ് ചെയ്യുക, നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യുക, യോഗ ചെയ്യുക, ഇന്നർ ഹീലിംഗ്, അതുപോലുള്ള ഹീലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ പുതിയ ഒരു ജീവിതത്തിലേക്ക് വരിക എന്നുള്ളതാണ്. മടിച്ച് നിൽക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ പുറം തിരിഞ്ഞ് നിൽക്കാതെ മുന്നോട്ട് നോക്കുക. നമ്മുടെ ലോകം വിശാലമാണ്, നമുക്ക് മുന്നിൽ ഒരുപാട് സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ആ സാധ്യതകളിലേക്ക് പല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ പണ്ടുണ്ടായ ഒരു പേടി കാരണം ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുമെന്നുള്ളതാണ് നമുക്കിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ പല കാര്യങ്ങളിലും സ്റ്റക്കായി നിൽക്കാതെ മൂവ് ഓൺ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് തരുന്ന ഗൈഡൻസ്. അപ്പോൾ നമ്മളങ്ങനെ നിന്നിട്ട് കാര്യമില്ല, പേടിച്ച് നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൂടിയാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്.
അടുത്ത കാർഡ് നമുക്ക് കിട്ടിയ എംപറർ കാർഡാണ് കിട്ടിയേക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ഒരുപാട് പ്രയോറിറ്റികളുള്ള ദിവസമാണ്. നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് നമുക്കിന്ന് പറഞ്ഞു തരുന്നത്. നമ്മളൊരു രാജാവിനെ പോലെ അല്ലെങ്കിൽ നമ്മളൊരു നേതാവിനെ പോലെ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നാൽ മാത്രം നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ല. നമ്മൾ ഇറങ്ങി നമ്മുടെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിലൊരു അധികാരമുണ്ട്, നമ്മളുടെ കയ്യിലൊരു ചെങ്കോലുണ്ട്, നമ്മളുടെ കയ്യിലൊരു പവറുണ്ട് എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ ജീവിതത്തെ കണ്ടാൽ നമുക്ക് ജീവിതാവസാനം വരെ അവിടെ ഇരിക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ അധികാരം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങളെല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ വിജയത്തിന് വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള മനോഭാവത്തോടു കൂടി ഇരിക്കാതെ നിങ്ങൾ ഈ പല കാര്യങ്ങളും ചെയ്യുക, ഇറങ്ങി പുറപ്പെടുക ഓരോന്നിനു വേണ്ടിയും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പലർക്കും പല ഉള്ളവരായിരിക്കാം, പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റികളുള്ളവരായിരിക്കാം, നിങ്ങളൊരു നേതാവായിരിക്കാം. അതുമല്ല നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിൻ്റെ ഒരു ബോസ്സായിരിക്കാം, നിങ്ങൾ എവിടെയോ വീട്ടിലായാലും അതിൻ്റെ ആ വീടിനെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വാളിറ്റികളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിലുള്ളവരാരാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ആ ഒരു പവർ മാത്രം വെച്ചുകൊണ്ടിരിക്കാതെ നമ്മളിലേക്ക് തന്നെ ഇറങ്ങി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി, നമ്മളുടെ വീട്ടിലേക്ക് ഇറങ്ങി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ള ആ ഒരു പവറിന് അല്ലെങ്കിൽ അതിനൊരു എന്താണ് നമ്മുടെ കയ്യിലൊരു വിജയമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു ശക്തിയുണ്ട്. അപ്പോൾ അതിനാണെങ്കിൽ കൂടുതൽ എന്തുണ്ടാവുകയുള്ളൂ, സാധ്യതകൾ ഉണ്ടാവുകയുള്ളൂ, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അടുത്ത കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലവേഴ്സിൻ്റെ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാകാം. എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, എനിക്ക് ഒരുപാട് സ്നേഹം ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകാം. അപ്പം തീർച്ചയായിട്ടും അവർക്കൊക്കെയും സ്നേഹം കിട്ടുന്ന ഒരു ദിവസം കൂടിയാണെന്ന്, അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ പുതിയതായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു തുടക്കം ഉണ്ടാകുന്നുണ്ട്. പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വിവാഹത്തിലേക്ക് പോകാനുള്ളൊരവസരം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ അതിനകത്തുള്ളൊരു സന്തോഷ വാർത്ത ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു എനർജി ഇന്ന് വന്നാൽ നിങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ കാർഡ് തന്നെ കണ്ടു, സോഡ് വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടു നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എവിടെയോ ഒരു സ്നേഹം കിട്ടാനുണ്ട്, നിങ്ങൾക്കൊരു പൈസ വരാനുണ്ട്, നിങ്ങൾക്കൊരു ജോലി വരാനുണ്ട് എന്ന് നമ്മൾ കണ്ടു. കാർഡ് തന്നെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്, നൈറ്റ് ഓഫ് സോഡ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആരൊക്കെയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ആ ഒരു എനർജി ഇന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ കാണാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ച കുട്ടികളായിരിക്കാം. ഒരു റീയൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിലായാലും ലവേഴ്സിൻ്റെ ഇടയിലായാലും കുടുംബക്കാർ തമ്മിലായാൽ പോലും ഇന്ന് കൂടിച്ചേരാനും കാണാനും അവർക്ക് കാര്യങ്ങൾ സംസാരിക്കാനും പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ജോലിക്കാര്യത്തിലായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഇടയിലായാലും, നിങ്ങളുടെ റിലേഷൻ്റെ ഇടയിലായാലും ഒക്കെയും നിങ്ങളെ തന്നെ നോക്കിക്കാണുന്ന ഒരു മൂന്നാമതായിട്ടുള്ള ഒരാൾ കൂടിയുണ്ട്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് എന്നാണ് ഇന്ന് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് എനർജി എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് സോഡാണ്. അതായത് ചതിയുടെയും വഞ്ചനയുടെയും ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെയാണ്, ഒരു ചതിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഉറ്റുനോക്കുന്ന, നിങ്ങളെ വഞ്ചിക്കാനായിട്ട്, നിങ്ങളെ തകർക്കാനായിട്ടിരിക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. അപ്പോൾ അത് പലരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ടാരോ കാർഡിൽ വിശ്വസിച്ച്, ടാരോ വായിക്കുന്നത് വിശ്വസിച്ച് എത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, പ്രപഞ്ചശക്തിയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടാരോ വായിക്കുന്ന
ഈ ഇൻഡ്യൂഷൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ചിലർക്കൊക്കെ റെസനേറ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അനുകൂലമാകുന്നവർ അല്ലെങ്കിൽ അത് അനുഭവം ഉള്ളവർ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇൻഡ്യൂഷൻസ് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓരോ ദിവസവും മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമുക്കിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നേരായ വഴിയിൽ കൂടി പോകാനായിട്ട് സാധിക്കും. അതായിരിക്കണം നമ്മൾ ടാരോ കാണുന്നത് കൊണ്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും ഫലങ്ങൾ അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളിലേക്ക് ഈ കാർഡ് റീഡിംഗ് എത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ ഒന്നും കൂടി മൈൻഡ് പവർഫുള്ളാക്കി എടുക്കാൻ വേണ്ടിയും നിങ്ങളെ ചുറ്റുപാടും ശ്രദ്ധിക്കാനായിട്ടും നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുമായിരിക്കും ഇന്ന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ കാർഡുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് എന്ന് പറയുന്നത് പവർഫുള്ളായിട്ടുള്ള റീഡിംഗ് ആണ്. പവർഫുള്ളായിട്ടുള്ള കാർഡുകളാണ് കിട്ടിയേക്കുന്നത്. അതായത് നമുക്ക് കിട്ടിയേക്കുന്നത് 7 ഓഫ് സോഡാണ്. അപ്പോൾ ആ സോഡ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളോ ചതിയോ വഞ്ചനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു എനർജി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും 7 ദിവസത്തിനുള്ളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ആൾ അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, അപ്പോൾ അത് എന്ത് തന്നെയായാലും സ്നേഹമായാലും അതുകൊണ്ട് ആൾ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. പേജസോട് കാണിച്ചു വരുന്നുണ്ട്. നിങ്ങൾ പേടിയോടുകൂടി നോക്കി നിൽക്കുന്നുണ്ട്, മുന്നോട്ട് പോകാൻ സാധിക്കാതെ. ഒരുപക്ഷെ അത് ജോലിയായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ എന്തായാലും. അപ്പോൾ അതിൽ നിങ്ങൾ സ്റ്റക്ക് ചെയ്ത് നിൽക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ വീണ്ടും കഴിഞ്ഞ കാലത്തെ ഓർത്ത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ദ എംപറർ വന്നിട്ടുണ്ട്. നമ്മൾ അധികാരത്തിൻ്റെ ചെങ്കോലുമായിട്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പുറം ലോകം അറിയുകയുള്ളൂ. അതാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്, ലവേഴ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറും ലവേഴ്സും എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്ന കാർഡാണ്, ഗൈഡൻസ് തരുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ പറയുന്ന ഇൻഡ്യൂഷൻസ് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കാൻ അവസരം തരുന്ന ദിവസം കൂടിയാണ് എന്നുള്ളതാണ് ലവേഴ്സിൻ്റെ കാർഡ് കാണിച്ചു തരുന്നത്. സ്റ്റാർ കാർഡും അതുപോലെയാണ്. നിങ്ങൾക്ക് ജീവിതത്തെ ഒരേ രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ടാരോ റീഡിങ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളിൽ അത് റെസനേറ്റ് ആകുന്നവർ അല്ലെങ്കിൽ അനുകൂലമാകുന്നവർ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടിടണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.